ഇത് നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ കൊഴുക്കട്ട ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കൊഴുക്കട്ട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇത് സ്റ്റവ് ഓൺ ചെയ്തുകൊണ്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് വെന്ത് പോകും. അപ്പോൾ നമ്മൾ കൊഴുക്കട്ട ഉരുട്ടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇറക്കി വെക്കുക. എന്നിട്ടൊരു 5-10 മിനിറ്റ് ഒന്ന് ആറാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു 1/4 കിലോ ശർക്കര ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. അപ്പോൾ ഇതിനകത്ത് കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാനിതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഉരുക്കിയെടുത്തുണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഇത് ഉരുക്കിയതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചാണ് ഇത് മെൽറ്റാക്കി എടുത്തത്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഒന്ന് ഇളക്കിയ ശേഷം ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷായ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റവ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് 2-3 ഏലക്ക ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് അതിലേക്ക് അത് ചേർക്കുക. ഇനി ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്താൽ നമ്മുടെ ഈ ഫില്ലിങ് ഒട്ടും തന്നെ കട്ട പിടിക്കില്ല, ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ആറിക്കഴിയുമ്പോൾ ഈ സാധനം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ഈ ഗ്രേവി പരുവത്തിൽ നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഡ്രൈ ആയിപ്പോവും. ആ പാനിൻ്റെ ചൂട് കൊണ്ട് ഡ്രൈ ആയിപ്പോവും. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടി എന്തായെന്ന് നോക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. എന്നാലും ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈക്ക് പറ്റുന്ന വിധത്തിലുള്ള ചൂടിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. ഇതേപോലെ നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ മാവ് കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയാൽ നല്ല സ്മൂത്തായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. 2 ദിവസം പുറത്ത് വെച്ചാലും ഇതൊന്നും വിള്ളലൊന്നും വീഴില്ല. ഒട്ടും തന്നെ നമ്മുടെ ഈ ഫില്ലിങ്ങും ഒന്നും പുറത്തേക്ക് ചാടിപ്പോവുകയുമില്ല. അപ്പോൾ ഇതേപോലെ നല്ല പഞ്ഞി പോലെ ഞാൻ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോളുകളാക്കാം. അതിൽ തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് ആ മാവെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ക്രാക്കൊന്നും വീഴാതെ നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ വെള്ളം എന്തെങ്കിലും തടവിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ ഇതേപോലെ നല്ല ഷേപ്പിൽ കിട്ടും. ഒട്ടും തന്നെ വിള്ളലൊന്നും വീഴാതെ നല്ല ഭംഗിയിൽ ഉരുട്ടി കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ടൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ വിരലിൻ്റെ പാടുകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കാൻ. അപ്പോഴല്ലേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഓരോ ബോളുകൾ എടുത്തിട്ട് ഇതേപോലെ വിരലിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് കുടത്തിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കണം. ഉള്ളിൽ നല്ല ഗ്യാപ്പിട്ട് ഉണ്ടാക്കണം. ഉള്ളിലേക്ക് നന്നായിട്ട് ഗ്യാപ്പിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഫില്ലിങ്സ് കുറേശ്ശെ ചേർത്തിട്ട് വെച്ച് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്സ് എപ്പോഴും ഇത്തിരി ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ ഇരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂടി ഇതുപോലെ ഒതുക്കി വെച്ച് ഒന്നും കൂടി ഉരുട്ടി കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട നല്ല സൂപ്പറായിട്ട് നല്ല മുട്ടയുടെ പോലെ കിട്ടും. ഒട്ടും തന്നെ നമ്മുടെ കൈയുടെ വിരലിൻ്റെ പാടുകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകൾഭാഗം അധികം വിതർന്നിരിക്കരുത്, നല്ല കുടത്തിൻ്റെ പോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഗ്യാപ്പടക്കാൻ നല്ല സുഖമാണ്. ഇതേപോലെ ഫില്ലിങ്സ് കുറേശ്ശെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒതുക്കി ചുറ്റും നന്നായിട്ട് ഒതുക്കി എടുക്കുക. ഇതേപോലെ ഒതുക്കി വെക്കുമ്പോഴത്തേക്ക് ഒട്ടും തന്നെ പുറത്തേക്ക് ചാടുമില്ലത്. എന്നിട്ട് ഒന്നും കൂടി ഉരുട്ടിയെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കൊരു
3-4 ഗ്ലാസ് വെള്ളം ഇഡലി പാത്രത്തിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി. ഒട്ടും തന്നെ വിട്ടും പോയിട്ടില്ല. ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് ചാടാതെ നമ്മുടെ അടിപൊളി കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളത് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. എല്ലാവർക്കും ഓശാന ഞായർ ആശംസകൾ.